MES College Kochi, Mundamberi, near Thokumbadi, Kochi. Contact 0484 298067 7902980067. ആലുവ നഗരസഭയുടെ സൈറൻ നിരോധനം LDF പ്രതിഷേധം സംഘടിപ്പിച്ചു. ആലുവ നഗരസഭയുടെ സൈറൻ നിരോധനത്തിനിടയാക്കിയ സംഭവം മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികളുടെ കഴിവുകേടിന്റെ ഉദാഹരണമാണെന്ന് അഡ്വക്കേറ്റ് വി സലീം LDFിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക സൈറൻ മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സൈറൻ നിർത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതീകാത്മകമായി ശക്തമായ ഒരു പ്രതിഷേധവുമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. കളക്ടർ മുമ്പാകെ കങ്ങരപ്പടിയിലുള്ള ഒരു അഭിഭാഷകൻ, അയാൾ വിവരാവകാശവുമായിട്ടൊക്കെ നടക്കുന്നയാളാണ്. അയാൾ ഒരു പരാതി കളക്ടർക്ക് കൊടുക്കുകയാണ്. കളക്ടർ പലതവണ ഈ നഗരസഭയുടെ ചെയർമാനെയും സെക്രട്ടറിയെയും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ മുമ്പാകെ അറിയിക്കണം, ഇത് ഞങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട്, അല്ലാത്ത പക്ഷം അത് നിർത്തലാക്കേണ്ടി വരുമെന്ന് പലവട്ടം പറഞ്ഞിട്ടും ഏറ്റവും ഒടുവിൽ കളക്ടർ അത് ഹിയറിങ്ങിന് വിളിക്കാൻ തീരുമാനിച്ചു. ഹിയറിങ്ങിന് വിളിച്ചപ്പോ ഇതുപോലെയുള്ള വളരെ പ്രാധാന്യമുള്ള ആലുവയെ സംബന്ധിച്ച് 6 പതിറ്റാണ്ടായി ആലുവയിൽ ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു സൗകര്യം അത് നിർത്തലാക്കണമെന്നുള്ള ഒരു പരാതി അതും ഒരു അഭിഭാഷകനായ വിവരാവകാശ പ്രവർത്തകൻ കൊടുക്കുമ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിന് ഈ സൈറൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ന്യായങ്ങൾ കളക്ടർ മുമ്പാകെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തേണ്ട നഗരസഭ, അതിനകത്ത് നഗരസഭ സെക്രട്ടറി ആയാലും സെക്രട്ടറി ഫാഷൻ ഷോ നടത്തി നടന്നാൽ പോരാ, കാര്യങ്ങളിൽ ഇടപെടാൻ പഠിക്കണം. വർഷങ്ങളായി ആലുവയിൽ മുഴങ്ങുന്ന ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് മുനിസിപ്പൽ സെക്രട്ടറിയുടെയും മുനിസിപ്പൽ ചെയർമാന്റെയും നിരുത്തരവാദിത്വ സമീപനം കൊണ്ട് സംഭവിച്ചതെന്നും വി സലീം പറഞ്ഞു. പ്രതിഷേധത്തിൽ PC ആന്റണി, രാജീവ് സക്രിയ, PM സഹീർ, പോൾ വർഗീസ്, ശിവരാജ് കോമ്പാറ, കൗൺസിലർമാരായ മിനി ബൈജു, ശ്രീലത വിനോദ് കുമാർ, ടിഞ്ചു രാജേഷ്, ദിവ്യ സുനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ.